ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് പോകുന്ന എല്ലാ മത്സരാർത്ഥികളുടെയും പേരിൽ ഓരോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉള്ളവരായിരിക്കും. ഇനി ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇവർ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഭയങ്കരമായി ഫോളോവേഴ്സ് കൂടുകയും അതിനൊക്കെ അപ്പുറത്തേക്ക് ഓരോരുത്തരുടെയും പേജിൽ ഡെയിലി ബിഗ് ബോസിൽ ഇവരുടെ ഓരോ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ, നല്ല BGM മ്യൂസിക് ഒക്കെ കയറ്റി നല്ല ഹൈപ്പ് കൊടുത്ത് നല്ല രീതിയിൽ ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും അല്ലെ. പക്ഷെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ 1 മുതൽ 100ാമത്തെ ദിവസം അവൾ ഇറങ്ങുന്നത് വരെയും അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആകെ അപ്ലോഡ് ചെയ്തിരുന്ന 2 ഫോട്ടോസ് മാത്രമാണ്. അതായത് ബിഗ് ബോസ് സീസൺ 6 അവൾ കയറി 1ാമത്തെ ദിവസം മുതൽ 100ാമത്തെ ദിവസം വരെ. അതിനു മുമ്പ് അവൾ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസും അവളുടെ യൂട്യൂബ് ചാനലിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ സ്വന്തമായി. പക്ഷേ ഇവൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതിനു ശേഷം ആകെ അപ്ലോഡ് ചെയ്തിരുന്നത് 2 ഫോട്ടോസ് മാത്രമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇവളുടെ ഇൻസ്റ്റഗ്രാം വഴി ഇവൾക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടുന്നില്ല, ഇവൾക്ക് ഹൈപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല, ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരായിരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, അവൾ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന ഒരാൾക്കാണ് ആ ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡ് കൊടുത്തിരുന്നത്. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കംപ്ലീറ്റ്ലി അവൾ വിശ്വസിച്ചിരുന്ന ഒരാൾക്ക് കൊടുത്തു. അദ്ദേഹം ഇവളോടുള്ള പകയുടെ ഭാഗമായി ഇവളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഇവളുടെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആയിരുന്നു. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് സൈബർ ബുള്ളിങ് നടന്നു അല്ലെ, നമ്മളൊക്കെ അതിന് സാക്ഷിയാണ്. പക്ഷെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്തിരുന്ന ആരാണെങ്കിലും ഇവളുടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എത്രയോ ജനങ്ങൾ കണ്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും 100ൽ 2% മാത്രമാണ് ജാസ്മിനെ ഇഷ്ടമല്ല എന്ന പേരിലുള്ള കോമന്റ്സ് വരുന്നത്. ബാക്കി 98% ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവനാണ്. ജാസ്മിൻ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ 2% വളരെയധികം സൈബർ ബുള്ളിങ്, അതായത് നമ്മൾ പറയാറില്ലേ കാന്താരി ചെറുതാണെങ്കിൽ എന്താ അങ്ങ് മാരക എരിവാണല്ലേ. അപ്പം 2% ആണെങ്കിലും സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന മാരക വിഷം ഭയങ്കര വലുതായിരുന്നു. അപ്പം അതിനെ ഒന്ന് ഒതുക്കാൻ പാകത്തിനെങ്കിലും ഈ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തി ഇവൾ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ അല്ലെ, എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലുള്ള BGM-ഉം നല്ല മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോഷനും കൊടുക്കാതെ അവളുടെ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വാങ്ങിച്ച് ഇദ്ദേഹത്തിന്റെ കക്ഷത്ത് വെച്ചിട്ട് അവളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാതെ അവളെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റു ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക, വോയിസ് റെക്കോർഡ്സ് അയച്ചു കൊടുക്കുക, സ്വകാര്യ സംഭാഷണങ്ങൾ പകർത്തിവിടുക, ഇങ്ങനെയൊക്കെ ചെയ്ത മഹാവിരുദ്ധൻ ഇവളുടെ ജീവിതത്തിൽ നിന്ന് പോയത് എത്ര നന്നായി എന്ന് ഞാനിപ്പോ ആലോചിക്കും. ജാസ്മിൻ, നീ ലോകത്തെ വിശ്വസിക്കരുത് കേട്ടോ. നിനക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും വിഷം ചീറ്റുന്ന പാമ്പുകളായിരുന്നു. ബാക്കി എല്ലാവർക്കും PR-ഉം ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻസും യൂട്യൂബിലൊക്കെ അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന രാജാക്കന്മാരും ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സിന്റെയും, എന്തിനാ നീ വിശ്വസിച്ച ആളുകൾ പോലും നിന്റെ ശത്രുപക്ഷത്തു നിന്നും നിനക്ക് എതിരെ തിരിഞ്ഞപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ 3ാം സ്ഥാനം എന്ന് പറയുന്നത് വെറും 3 അല്ല, അത് 1 കേട്ടോ എല്ലാവരുടെയും ഉള്ളിൽ. ഇനിയെങ്കിലും ഒരു മനുഷ്യനെയും വിശ്വസിക്കാതെ ഇരിക്കുക, ഇതുപോലുള്ള വിഷജന്തുക്കളെ വീട്ടിൽ പിടിച്ചു കയറ്റാതെ ഇരിക്കുക.